ഇന്ന് നമുക്ക് സ്വീറ്റ് ഹാർട്ട് നെക്ക് എങ്ങനെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളതിന് ക്യാൻവാസ് എടുക്കുക. നമ്മൾ ഫ്യൂസിങ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റിഫ് എന്നൊക്കെ പറയും. സ്റ്റിച്ചിങ് അത്യാവശ്യം അറിയാവുന്നവർക്കൊക്കെ അറിയായിരിക്കും ക്യാൻവാസ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്. നമ്മൾ ക്യാൻവാസിൽ ഇതുപോലെ ഒരു ക്യാൻവാസ് കട്ട് ചെയ്ത് രണ്ടായിട്ട് ഇതുപോലെ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് വേണം ഒരു സൈഡിൽ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്തും ഒരു അടുത്ത സൈഡിൽ നെക്കിൻ്റെ വിഡ്ത്തും മെഷർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് ഒരു 7 എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ 6 എടുത്തിട്ടുണ്ട് ലെങ്ത്ത് എന്ന് വെച്ചോ, അതിന് ഒരു അര ഇഞ്ച് കൂടി നമ്മുടെ സീം അലവൻസും കൂടെ ചേർത്തിട്ടാണ് 7 എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോട്ടൽ 7 എടുത്തിട്ടുള്ളത് നേരെ താഴത്തേക്ക് നമ്മൾ വരച്ച് കൊടുക്കുക. അതിനൊപ്പം തന്നെ എത്ര നെക്ക് വിഡ്ത്ത് വേണമെന്നുള്ളതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ 2.5 ഞാൻ നെക്ക് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ട് നെക്ക് വിഡ്ത്തും നേരെ വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വയർ ഷേപ്പിലല്ല, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. ആ ഒരു ഷേപ്പിൽ വരുന്നൊരു കാര്യം. ഇനിയിപ്പോൾ നമ്മൾ സ്വീറ്റ് ഹാർട്ട് നെക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഒരു നെക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒരു അതായത് നമ്മൾ ലെങ്ത്ത് ടോട്ടൽ ഇപ്പോൾ 7 എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ട് അതിൽ നിന്നും ആണ് ഏതെങ്കിലും ചെരിച്ച് നമ്മൾ ആളില്ല ഷേപ്പിലൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും താഴത്ത് നിന്ന്, അതായത് 7 എടുത്തിരിക്കുന്ന അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മേളിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ വരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഈ ഹാഫ് എടുത്തിരിക്കുന്ന ആ ഒരു പോർഷനിൽ നിന്ന് കുറച്ച് ചെരിച്ച് വരച്ചിട്ട് കുറച്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വരച്ചിട്ടാണ് ഈ നെക്കിനുള്ളത് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 7 മെഷർ ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മേളിലേക്ക് എടുത്തിട്ട് വേണം സ്വീറ്റ് ഹാർട്ട് നെക്കിൻ്റെ ആ ഒരു സൈഡ് പോർഷൻ വരയ്ക്കാനായിട്ട്. അപ്പോൾ അത് ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഇവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് 1 അല്ലെങ്കിൽ 1.5 ഇഞ്ചോ എടുക്കാം. അവിടെ നിന്ന് ഇതുപോലെ ചെരിച്ച് വരച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ ചെരിച്ച് വരച്ച് കൊടുക്കുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഉള്ളിലേക്കായിട്ട് വരച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ആ ഒരു ഷേപ്പ് കിട്ടും. ഇത് സ്വീറ്റ് ഹാർട്ട് നെക്ക് തന്നെ പല രീതിയിൽ നിങ്ങൾ നെറ്റിൽ കണ്ടിട്ടുണ്ടാവും. അത് തന്നെ പല രീതിയിലുണ്ട്, പല ടൈപ്പുണ്ട്. കുറച്ചുകൂടെ വൈഡായിട്ടുള്ള സ്വീറ്റ് ഹാർട്ട് നെക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സ്കേർട്ട് ടോപ്പ് അതിനൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെ വൈഡായിട്ടൊക്കെ വരയ്ക്കുന്നുണ്ട്. ഞാൻ അത്രയും വൈഡായിട്ട് ഇവിടെ എടുത്തിട്ടില്ല. 2.5 ഇഞ്ച് ആകെ നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതുപോലെ അകത്തേക്ക് വരച്ചിരിക്കുന്ന ആ ഒരു ഭാഗം, അതിൻ്റെ താഴത്തെ ആ വശവും നമുക്ക് കുറച്ച് ഷേപ്പ് ചെയ്തൊക്കെ വരയ്ക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഭാഗം വരയ്ക്കണമെന്നില്ല, കുറച്ചും കൂടി ഷേപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അത് പല ടൈപ്പിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പാരലായിട്ട്, അതായത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ആ ഒരു ഡിസൈന് പാരലായിട്ട് നമ്മൾ ഏകദേശം ആ ഒരു ഡിസൈൻ എൻഡ് ചെയ്യുന്ന ആ പോർഷൻ വരെ പാരലായിട്ട് ഇങ്ങനെ തന്നെ വരച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ വരച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തെ ആ പാരലായിട്ട് വരച്ചിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് നമ്മൾ ഏറ്റവും മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, നെക്ക് വിഡ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ആ മുകളിലത്തെ ഭാഗത്ത് ഒന്ന് ചെറിയൊരു 1/2 ഇഞ്ച് കൊടുത്ത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചിടണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇവിടെ വരച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും ആ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ആ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചൊക്കെ വിട്ടിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ വെട്ടുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ലാസ്റ്റ് ഈ വെട്ടുന്ന ആ ഭാഗത്ത് എങ്ങനെയാണത് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അകത്തെ സൈഡ് വെട്ടുമ്പോഴാണ് കറക്റ്റായിട്ടത് നമ്മൾ ആദ്യം ഒന്ന് വരച്ചിടുവാണെങ്കിൽ നമുക്കത് തെറ്റിപ്പോവില്ല. ഇല്ലെങ്കിൽ അത് ഇതുപോലെ ആദ്യം ഒന്ന് വരച്ചിടുക. ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ചൊക്കെ മതി. ആ അത്രയും ഭാഗം ഒന്ന് വരച്ചിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് വേണം, ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അകത്തുനിന്ന് വെട്ടാനായിട്ട്. എന്നാലേ നമുക്കത് നമ്മൾ അടിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ആ ഒരു നെക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു അത്രയും ഭാഗം കുറച്ച് കയറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്യാതെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ആ ഒരു പോർഷൻ അതിൽ നിന്ന് കട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് നമ്മൾ ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് ഈസിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നെക്ക് വൈഡായി പോവാതിരിക്കാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ഏറ്റവും മുകളിലുള്ള ആ ഒരു പോർഷൻ അങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്വീറ്റ് ഹാർട്ട് നെക്ക് സ്റ്റിഫിൽ കട്ട് ചെയ്യുന്ന രീതി. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം മെയിൻ ക്ലോത്തും
അതിൻ്റെ ഒപ്പം തന്നെ ലൈനിങ് ക്ലോത്തും എടുത്ത് വയ്ക്കണം. നമ്മൾ വെട്ടിയൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ നെക്ക് അറ്റാച്ച് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ ക്യാൻവാസ് നെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ക്യാൻവാസിൽ തന്നെ അറ്റാച്ച് ചെയ്യാനായിട്ട് വേറെ ക്ലോത്ത് നമ്മുടെ കയ്യിൽ വേണം. അത് ഇതുപോലെ തന്നെ ഡബിൾ സൈഡഡ് ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലൈനിങ് തുണിയോ അല്ലെങ്കിൽ നമ്മുടെ ആ നല്ല തുണിയിൽ ബാക്കി പീസൊക്കെ ഉണ്ടെങ്കിലോ അതോ ഒക്കെ എടുത്തിട്ട് ഏകദേശം ഈ ഒരു ലെങ്ത്ത് വെച്ച് കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഇപ്പോൾ 2 ഫോൾഡായിട്ട് മടക്കിയിട്ടാണെങ്കിലും നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഫ്യൂസിങ് ഷീറ്റ് അല്ലെങ്കിൽ ക്യാൻവാസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. ആദ്യം അയൺ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിങ്ങനെ വെക്കുകയാണ് ഈ ഒരു ക്ലോത്ത്. അപ്പോൾ അതിനകത്ത് അയൺ ചെയ്യുമ്പോഴേക്കും ഒരു ഗ്ലേസിംഗ് ഉള്ളൊരു ഭാഗമുണ്ട് ക്യാൻവാസിൽ. ആ ഗ്ലേസിംഗ് ഉള്ള ഭാഗം തുണിയോട് ചേർന്ന് ഇരിക്കണം. അവിടെയാണ് അതിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത്. അപ്പോൾ അത് തുണിയോട് ചേർന്നിരിക്കണം, ഗ്ലേസിംഗ് ഉള്ള ഭാഗം. അങ്ങനെ വേണം അയൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സൈഡൊന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അയൺ ചെയ്തിട്ട് വരാം. നമ്മളിപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാൻവാസിൻ്റെ അത്രയും പോർഷൻ അയൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അയൺ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഹീറ്റിലൊക്കെ അയൺ ചെയ്താൽ മതി. ഒത്തിരി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ക്യാൻവാസ് ഒന്ന് ഷ്രിങ്ക് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്, ചുരുങ്ങിയൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മീഡിയം ഹീറ്റിൽ അയൺ ചെയ്യാം. അയൺ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്യണം. അതായത് ഒരു 1/4 ഇഞ്ചൊക്കെ വിട്ടിട്ട് കട്ട് ചെയ്യുക. ആ ഒരു ഭാഗം നമുക്ക് അവിടെ മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭാഗം വിട്ടിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പോർഷൻ ഏത് രീതിയിലാണോ ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെ അകത്തേക്ക് മടക്കി നമ്മുടെ ക്യാൻവാസിനോട് ചേർത്ത് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മൾ അതായത് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിൽ പോകുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് ഇരിക്കും അത്. ഇനി നമുക്ക് അതിനെ 4 പോർഷനും അടിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഒരു സൈഡ് അടിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ മെയിൻ ക്ലോത്തിലേക്ക് വയ്ക്കാം. മെയിൻ ക്ലോത്തിലേക്ക് വയ്ക്കുമ്പോൾ ലൈനിങ് പീസും താഴത്ത് ഉണ്ടാവണം. അതായത് മെയിൻ ക്ലോത്തിൻ്റെ തൊട്ട് താഴത്ത് ലൈനിങ് പീസും നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക ഷോൾഡർ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സൈഡെല്ലാം ആ ഒരു വരച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് നെക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗം നിവർത്തി അതിൻ്റെ താഴത്ത് ഇതേപോലെ തന്നെ ലൈനിങ് ക്ലോത്തും കൂടെ വെച്ചിട്ട് വേണം നെക്കിൻ്റെ ആ പോർഷൻ കറക്റ്റ് മെഷർ ചെയ്തിട്ട് അവിടെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്യാനുള്ള രീതിയിൽ വെക്കുക. അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ നെക്കിൻ്റെ വിഡ്ത്ത് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കാം. എന്നിട്ട് ഇത് അതിൻ്റെ സെൻറ്ററിലേക്കാക്കി തന്നെ വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഭാഗം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനതവിടെ വരച്ച് കാണിക്കാം. ഈ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു പോർഷൻ ഇപ്പോൾ വരയ്ക്കുന്ന ആ പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ അത്രയും ഭാഗം ഒരു രണ്ട് പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രയും പോർഷൻ 2 പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അതിനോട് ചേർന്നതിനകത്തേക്ക് ഇതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ എടുത്തിട്ട് 1/4 ഇഞ്ച് മതിയാവും. ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന ഈ ഒരു ഭാഗം അത്രയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വരയിൽ സ്റ്റിച്ചിങ് ആണ് ചെയ്യേണ്ടത്. രണ്ടാമത് വരയ്ക്കുന്നത് കട്ടിങ്ങിനുള്ള വരയാണ്. അപ്പോൾ അത്രയും കാര്യം ഓർത്തോളാം. അപ്പോൾ കട്ട് ചെയ്യേണ്ട ആ ഭാഗമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. അത് അത്രയും ഭാഗം കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ കട്ട് ചെയ്തെടുക്കുക. വരയ്ക്കുന്ന ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആദ്യത്തെ വരയിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ വരയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ച് ഒരു സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത വരയുടെ താഴത്ത് ചെരിച്ചായിട്ട് വരയ്ക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ആ വര നമ്മൾ കട്ട് ചെയ്തങ്ങ് എടുക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള ഇടയിലുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ചെരിച്ച് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വരച്ചിരിക്കുന്നത് കേട്ടോ. ആ ഭാഗം ചെരിച്ച് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ സൈഡ് ചെരിച്ച്, അതായത് നമ്മുടെ ക്യാൻവാസിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു സ്റ്റിച്ച് വെച്ച് തയ്ച്ചിട്ടുണ്ടല്ലോ ആ സ്റ്റിച്ചിലേക്ക് വരാൻ പാടില്ല ഈ ചെരിച്ച് കട്ട് ചെയ്യുന്നത്. സ്റ്റിച്ചിലേക്ക് വരാതെ ചെരിച്ച് കട്ട് ചെയ്ത് എല്ലാ സൈഡും ചെരിച്ച് കട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് മടക്കി പുറത്തെ വശത്തേക്ക് നമ്മൾ മടക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ എഡ്ജസൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ സൈഡ് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഇത്രയും ഭാഗം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗത്ത്, അതായത് ഈ നെക്കിൻ്റെ സെൻറ്ററിലേക്കുള്ള ഭാഗത്ത് വേണമെങ്കിൽ ഒന്ന് പെൾപ്പിനൊക്കെ കുത്തി വയ്ക്കാം. അത് കറക്റ്റായിട്ട് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പെൾപ്പിന് കുത്തി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു സ്റ്റിച്ച് ഇതിൻ്റെ സെൻറ്ററിൽ വെറുതെ ഒരു സ്റ്റിച്ച് അടിച്ചു കൊടുക്കാം, അടിച്ചു വിടാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഒന്നില്ലെങ്കിൽ പെൾപ്പിന് കുത്തി വയ്ക്കുക, അല്ലെങ്കിൽ സെൻറ്ററിലൊരു സ്റ്റിച്ച് നേരെ സ്ട്രൈറ്റ് ആയിട്ട് അടിച്ച് വയ്ക്കുക, നടുക്ക് മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഓരോ എൻഡ് പോയിന്റിലും കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ഇപ്പുറത്തെ പോയിന്റിലേക്ക് ചെയ്യാനായിട്ട്. എന്നാലാണ് അതിൻ്റെ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു എൻഡ് പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ നിർത്തുമ്പോഴേക്കും അവിടെ കുത്തി നിർത്തിയിട്ട് തുണി തിരിച്ച് വെച്ചിട്ട് പിന്നെയും സ്ട്രൈറ്റ് ആയിട്ട് നേരെ അടിച്ച് അങ്ങനെ പോവാം. അങ്ങനെ ചെയ്താലാണ് കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് ഓരോ കോർണറും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. നല്ല പോയിൻറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പതുക്കെ ചെയ്താലും മതി. കറക്റ്റ് ആ പോയിന്റിൽ തന്നെ കൊണ്ട് നിർത്തുക. അവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ അറ്റം വരെ ഒരു എൻഡ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വിടാം. ഈ രീതിയിൽ തന്നെ നമുക്ക് ഒരു പ്രാവശ്യവും കൂടി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേ സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒറ്റ തവണയും കൂടി അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് മറിച്ചിടുകയാണ് ചെയ്യണത്. അതിനകത്ത് വേറെ സ്റ്റിച്ചിങ് ഒന്നും പതിച്ചടിക്കുകയോ അങ്ങനെ വേറെ ഒന്നും ചെയ്യണില്ല. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്റ്റിച്ച് ഇവിടെ അടിച്ചിട്ട് മറിച്ചിട്ട് പതിച്ചടിക്കാം. അങ്ങനത്തെ ഒരു മെത്തേഡുണ്ട്. അതിലും നല്ലത് ഇങ്ങനത്തെ നെക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പം 2 സ്റ്റിച്ച് അടിച്ചിട്ട് നമ്മുടെ ഈ ക്യാൻവാസ് മറിച്ചിടുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യണതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ എനേബിൾ ചെയ്തിട്ടാൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണേ. ഇനി 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാര്യം നമ്മൾ പറഞ്ഞത് ഈ ഒരു ലൈനിൽ കൂടെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഉള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാം. സൈഡെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും ഓരോ കോർണറിലും കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇറക്കി കട്ട് ചെയ്യാൻ നോക്കുക. പക്ഷേ ഇറക്കി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കോർണറിലുള്ള സ്റ്റിച്ച് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന സ്റ്റിച്ച് പൊട്ടി പോവാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നാൽ കുറച്ച് ഇറക്കി കട്ട് ചെയ്യുകയും വേണം. എന്നാലാണ് നമ്മൾ മറിച്ചിടുമ്പോൾ കറക്റ്റ് ആ കോർണർ നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കുറച്ച് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോ സൈഡും ചെരിച്ച് കട്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ മടക്കി അത് തിരിച്ചിടുമ്പോഴേക്കും കറക്റ്റ് ആ ഷേപ്പിൽ വരുള്ളൂ. ഇനി കോർണർ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് അങ്ങനെ തന്നെ സ്റ്റിഫ് മടക്കി ഉള്ളിലേക്ക് വെക്കാം. അതിനുശേഷം ആ ഉള്ളിലേക്ക് വെക്കുമ്പോൾ മടക്കി വെച്ചിരിക്കുന്ന സൈഡ് നമുക്ക് ഹെം ചെയ്ത് വൃത്തിയായിട്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു മടക്കി വെച്ചിരിക്കുന്ന ആ സൈഡ് അതിൻ്റെ അറ്റഭാഗം നമ്മൾ വെച്ചിരിക്കുന്ന ക്യാൻവാസിൻ്റെ മടക്കിയിരിക്കുന്നതിൻ്റെ അറ്റത്തെ ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒരടിപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തും കൊടുക്കാം. അപ്പോൾ പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിൽ ആ ഒരടിപ്പ് ഇങ്ങനെ കാണാൻ പറ്റും. അതിലും കുറച്ചും കൂടെ നല്ലത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അറ്റത്തെ ഭാഗം ഹെം ചെയ്താൽ മതി. ബ്ലൗസിലൊക്കെ ചെയ്യുന്ന പോലെ ഹെമ്മിങ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ഏകദേശം ആ ഒരു ഒത്തിരി വൈഡ് അല്ലാത്ത രീതിയിലുള്ള ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് വൈഡ് ആയിട്ടുള്ളത് നമുക്ക് ബ്ലൗസിലൊക്കെ ആണെങ്കിൽ ഇനി അടുത്ത വീഡിയോയിലൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ചുരിദാറിൽ ഒരുപാട് വൈഡ് ആക്കണ്ടെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും വലിയ നെക്ക് വിഡ്ത്തൊന്നും എടുത്തിട്ടില്ല. സിമ്പിളായിട്ട് തന്നെ അത്യാവശ്യം വൈഡായിട്ടുള്ള രീതിയിൽ കുറച്ച് ഒത്തിരി അങ്ങ് വൈഡ് ആക്കണ്ട എന്നുള്ള രീതിയിലാണ് ചുരിദാർ ആയതുകൊണ്ട് സ്വീറ്റ് ഹാർട്ട് നെക്ക് നമ്മൾ ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ